ഹായ് സ്റ്റുഡൻസ്, ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഗെറ്റ് കെയർ ആൻഡ് പുട്ട് കെയർ ഫങ്ഷൻസ് ആണ്. ഗെറ്റ് കെയർ ഫുഡ് കെയർ ഫങ്ഷന് ഓൾറെഡി നമുക്കറിയാം ഈ stdio.h എന്നുള്ള ഹെഡർ ഫയലാണ് ഓൾറെഡി ഉള്ളത്. ഈ ഗെറ്റ് കെയർ ആൻഡ് പുട്ട് കെയർ ഫങ്ഷൻ യൂസ് ടു ടേക്ക് എ ക്യാരക്ടർ ഇൻപുട്ട് ഫ്രം ദ യൂസർ ആൻഡ് പ്രിൻറ്റ് ദ ക്യാരക്ടർ ആസ് ഔട്ട്പുട്ട്. ഒരു ക്യാരക്ടർ വാല്യൂ റീഡ് ചെയ്യാനും ക്യാരക്ടർ വാല്യൂ പ്രിൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഗെറ്റ് കെയറും പുട്ട് കെയർ ഫങ്ഷൻ. ഗെറ്റ് ക്യാരക്ടർ ആൻഡ് പുട്ട് ക്യാരക്ടർ, അതാണ് ഇത് മീൻ ചെയ്യുന്ന ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഗെറ്റ് കെയർ ഫങ്ഷൻ ഈസ് യൂസ് ടു റീഡ് എ ക്യാരക്ടർ ഫ്രം ദി ടെർമിനൽ ആൻഡ് റിട്ടേൺ ഇറ്റ് ആസ് ഇൻറ്റിജർ. അപ്പോൾ ഗെറ്റ് കെയർ ഫങ്ഷൻ എന്താ യൂസ് ചെയ്യുന്നത്? നമ്മൾ ടെർമിനലിൽ എന്ത് ചെയ്യാം, ഒരു ക്യാരക്ടർ റീഡ് ചെയ്തിട്ട് അത് ഇൻറ്റിജർ വാല്യൂ ആയിട്ട് എന്ത് ചെയ്യുക, അത് റിട്ടേൺ ചെയ്യാം. ദിസ് ഫങ്ഷൻ റീഡ് ഓൺലി എ സിംഗിൾ ക്യാരക്ടർ അറ്റ് എ ടൈം. അതെന്ത് ചെയ്യുക, അറ്റ് എ ടൈം ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ എന്താ ഉള്ളൂ ഇത് റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സിൻറ്റാക്സ് കൊടുത്തിരിക്കും, ഓക്കെ, ഇൻറ്റ് ഗെറ്റ് കെയർ വോയിഡ് എന്നാണ്. ആ ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിട്ടേൺ ടൈപ്പാണ്. നമ്മൾ പറഞ്ഞു റിട്ടേൺ ആസ് ഇൻറ്റിജർ അല്ലേ, ഇൻറ്റിജറാണ് റിട്ടേൺ ചെയ്യാൻ. അതുകൊണ്ടാണ് ഇൻറ്റ് ഗെറ്റ് കെയർ വോയിഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫങ്ഷൻ എന്ത് ചെയ്യും, റീഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, സിംഗിൾ ക്യാരക്ടർ റീഡ് ചെയ്തിട്ട് ആ ക്യാരക്ടറിന് എന്ത് ചെയ്യും, ഇൻറ്റിജറായിട്ടായിരിക്കും എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യാം. അതേപോലെ തന്നെ പുട്ട് കെയർ ഫങ്ഷൻ, ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ ക്യാരക്ടർ ഓൺ ദി സ്ക്രീൻ. എന്ത് ചെയ്യുക, ക്യാരക്ടർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുട്ട് കെയർ ഫങ്ഷൻ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ദിസ് ഫങ്ഷൻ ടു ഡിസ്പ്ലേ ഓൺലി എ സിംഗിൾ ക്യാരക്ടർ അറ്റ് എ ടൈം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതും ഒരു സിംഗിൾ ക്യാരക്ടർ എന്താ ഉള്ളൂ അറ്റ് എ ടൈം എന്ത് ചെയ്യുള്ളൂ, ഡിസ്പ്ലേ ചെയ്യുള്ളൂ. ഇതെന്ത് ചെയ്യുക, ഇൻറ്റ് പുട്ട് കെയർ ഇൻറ്റ് ക്യാരക്ടർ. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിലെ ക്യാരക്ടർ എന്ത് ചെയ്യും, ഇൻറ്റിജറായിട്ടാണ് എടുക്കുക, അതെന്ത് ചെയ്യും, ഇൻറ്റിജറായിട്ടായിരിക്കും എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യാം. മനസ്സിലായില്ലേ? ഇത് ഇൻറ്റിജറായിട്ട് റീഡ് ചെയ്യും, ഇൻറ്റിജറായിട്ട് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇനി അതിൻ്റെ ഒരു പ്രോഗ്രാം നോക്കാം. ആഷ് ഇൻക്ലൂഡ് വോയിഡ് അല്ലേ, ആഷ് ഇൻക്ലൂഡ് stdio.h എന്നുള്ള ലെറ്റർ ഫയൽ കൊടുത്തു. കാരണം എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിലാണ് ഈ ഗെറ്റ് കെയറും പുട്ട് കെയറും നിൽക്കുന്നത്. ഇൻറ്റ് സി പ്രിൻ്റ് ഓഫ് എൻ്റർ എ ക്യാരക്ടർ. അപ്പോൾ എന്ത് ചെയ്യും, സ്ക്രീനിൽ എൻ്റർ എ ക്യാരക്ടർ എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്യാരക്ടർ എസ് എന്നില്ല നമ്മൾ ടൈപ്പ് ചെയ്യും. അതെന്ത് ചെയ്യും, സി എന്ന് പറഞ്ഞ വേരിയബിൾക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ എസ് എന്നുള്ളത് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഇതൊക്കെ ഓരോ പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും സ്കാനഫ് ഉപയോഗിച്ചിട്ട് %c ഉപയോഗിച്ചിട്ടാണ് ചെയ്താൽ പോലെ, എന്തിനാ അപ്പോൾ ഇതിന് ചെയ്യണത്? അപ്പോൾ ഓരോ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ്. ചില സിറ്റുവേഷനിൽ നമ്മൾ സ്കാനഫ് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അപ്പോൾ ഇതേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഗെറ്റ്സ് ആൻഡ് പുട്ട്സ് ഫങ്ഷൻ. Gets and put functions are used to take string input as give input and giving string output. അപ്പോൾ എന്ത് ചെയ്യുക, ഗെറ്റ്സ് ആൻഡ് പുട്ട്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു സ്ട്രിങ്, അതായത് ഒരു ലൈന്, ഇതിലെന്ത് ചെയ്യും, ഒരു സിംഗിൾ ക്യാരക്ടറാണ് അറ്റ് എ ടൈം റീഡ് ചെയ്യാൻ. ഇതിലെന്ത് ചെയ്യും, ഒരു ലൈന് കംപ്ലീറ്റ് റീഡ് ചെയ്യാനും ഒരു ലൈന് മൊത്തം പ്രിൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗെറ്റ്സും പുട്ട്സും യൂസ് ചെയ്യുന്നത് അല്ലേ. ഗെറ്റ്സ് ഫങ്ഷൻ നോക്കാം. ദിസ് ഫങ്ഷൻ റീഡ് എ ലൈൻ ഓഫ് ടെക്സ്റ്റ് ഫ്രം std in അല്ലേ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഇൻ ടു ദ ബഫർ പോയിൻറ്റർ ടു ദ സ്ട്രിങ് str പോയിൻറ്റർ അണ്ടിൽ ഐദർ ടെർമിനൽ ന്യൂ ലൈൻ ഓർ എൻഡ് ഓഫ് ഫയൽ. അപ്പോൾ EOF അതായത് എൻഡ് ഓഫ് ഫയൽ വരെ എന്ത് ചെയ്യും, അല്ലെ ക്യാരക്ടർ എന്ത് ചെയ്യുക, എല്ലാതും എന്ത് ചെയ്യുക, ഒരു ലൈന് ഒന്നിച്ച് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗെറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈൻസ് ഓഫ് കോഡ്സ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗെറ്റ്സ് ഫങ്ഷന് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻറ്റാക്സാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. ക്യാർ സ്റ്റാർ ഗെറ്റ്സ് ക്യാർ, അത് സ്റ്റാറാണ് കേട്ടോ, അത് പോയിൻ്ററായിട്ടാണ് അത് വരിക. പോയിൻ്ററിനെയാണ് എന്ത് ചെയ്യുക, സ്റ്റാർ ഇട്ടിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ പോയിൻ്ററൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊന്നുകൂടി വിശദമായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ യൂസ് ചെയ്യും. പുട്ട്സ് ഫങ്ഷൻ എന്ത് ചെയ്യും, ആ ലൈൻസ് എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യുക, എൻഡ് ഓഫ് ലൈന്. മറ്റേതിൽ എന്ത് ചെയ്യുക, എൻഡ് ഓഫ് ലൈന് മനസ്സിലാക്കുക, EOF എൻഡ് ഓഫ് ഫയൽ അല്ലെങ്കിൽ ന്യൂ ലൈൻ ക്യാരക്ടർ വരെ എന്ത് ചെയ്യും, ഇത് റീഡ് ചെയ്യും. അവിടെയാണ് ഒരു ലൈനിൻ്റെ എൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഒന്നുകിൽ എന്ത് ചെയ്യുക, ന്യൂ ലൈൻ ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ എൻഡ് ഓഫ് ഫയൽ ആയിരിക്കും, അവിടെ വരെ എന്തായിരിക്കും റീഡ് ചെയ്യുക. അതേപോലെ തന്നെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, /n വരെ ന്യൂ ലൈൻ ക്യാരക്ടർ വരെ എന്ത് ചെയ്യും,
അത് പ്രിൻറ്റ് ചെയ്യും. ലൈൻ കൈൻഡക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കട്ട് ചെയ്തിട്ട് അടുത്ത ലൈനിൽ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗെറ്റ്സും പുട്ട്സും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പം ഇനി ഇതിൻ്റെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ വിശദമായിട്ട് മനസ്സിലാവും. നോക്കിയേ, ക്യാരക്ടർ str, ഈ എക്സാമ്പിളൊക്കെ ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, char str എന്ന് പറഞ്ഞിട്ടൊരു 100 അറേ 100 സൈസിൽ നമ്മൾ ഡിഫൈൻ ചെയ്തു. printf enter a string, ഒരു സ്ട്രിങ് നമ്മളോട് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കണ്ടോ, നോബിൾ വുമൺസ് കോളേജ് മഞ്ചേരി എന്ന് ഓർത്ത്. മറ്റൊക്കെ എന്ത് ചെയ്യുക, ഓരോരോ ക്യാരക്ടറായിട്ടായിരിക്കും റീഡ് ചെയ്യുന്നുണ്ടെന്ന്. ഇനി സ്കാനഫ് ആണെങ്കിലോ ആ സ്പേസ് വരെ റീഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പിന്നെ അടുത്ത വേരിയബിൾക്കായിരിക്കും റീഡ് ചെയ്യാം അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ. പക്ഷേ ഇതെന്ത് ചെയ്യും, ഒരു ലൈന് കംപ്ലീറ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാനപ്പ് പറ്റുമോ, ഇല്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഗെറ്റ്സ് എന്നുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം. മനസ്സിലായില്ലേ. അപ്പോൾ നോബിൾ വുമൺസ് കോളേജ് മഞ്ചേരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ എൻ്റർ അടിക്കും. അപ്പോഴാണ് ന്യൂ ലൈൻ അല്ലെങ്കിൽ എൻഡ് ഓഫ് എന്നുള്ളത്. അവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതുവരെ എന്ത് ചെയ്യും, അതിലോട്ട് റീഡ് ചെയ്യും. എൻ്റർ അടിക്കാതെ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ പോകാൻ ചെയ്യുക, അതെല്ലാം എന്ത് ചെയ്യും, ഒരു ലൈൻസ് ആയിട്ട് എന്ത് ചെയ്യും, അത് കൺസിഡർ ചെയ്യും. അത് നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് റീഡ് ചെയ്ത് അവിടെ ബ്രേക്ക് ആവും, ഗെറ്റ്സ് അവിടെ വർക്കാവും. എന്നിട്ട് പുട്ട്സ് എന്ത് ചെയ്യും, പുട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈ നമ്മൾ ഈ str എന്താണോ റീഡ് ചെയ്തത് അതുപോലെ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. മനസ്സിലായി. അതിനാണ് ഗെറ്റ്സും പുട്ട്സും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അടുത്തത് സിമ്പിൾ സി പ്രോഗ്രാം. ഒരു സി പ്രോഗ്രാം എങ്ങനെയാണ് എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ പ്രോഗ്രാമൊക്കെ കണ്ടില്ലേ, ഓരോ പ്രോഗ്രാം കണ്ടിരുന്നു. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാം, ഓരോ ഭാഗം എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നോക്കാം, സം ഓഫ് 2 numbers, 2 നമ്പറിൻ്റെ സമ്മ് കാണാനുള്ള പ്രോഗ്രാമാണ്. ഇപ്പോൾ include stdio.h. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യും, stdio.hലെ ഹെഡർ ഫയൽസിലുള്ള കുറച്ച് ഫങ്ഷൻസ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, stdio.h എന്നുള്ള ഹെഡർ ഫയൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ യൂസ് ചെയ്തു. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, അടുത്ത വോയിഡ് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ, ഇത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. വോയിഡ് മെയിൻ, ഇത് ഈ ഫംഗ്ഷൻ വോയിഡ് മെയിൻ എന്ത് ചെയ്യുക, മെയിൻ എന്നുള്ള ഫംഗ്ഷൻ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണത്. ആ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്, ഇതിൻ്റെ ഒരു 3 വേരിയബിൾ ഉണ്ട്, പിന്നെ അത് റീഡ് ചെയ്യാനും സമ്മാനമാണ്. അപ്പോൾ ഇത് മെയിൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണിത്. ഇതേപോലെ printf എന്നുള്ള ഫംഗ്ഷനും എന്തുണ്ട്, ഒരു ഡെഫിനിഷൻ ഉണ്ട്. scanf എന്നുള്ള ഫംഗ്ഷൻ എന്തുണ്ട്, ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതെന്ത് ചെയ്യുന്നത്, ഇതേപോലെ മെയിൻ ഫംഗ്ഷൻ പോലെ എന്തുണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, stdio.h എന്നുള്ള ഹെഡർ ഫയലിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം റീഡ് ചെയ്ത് വരുന്നത്, എവരി സി പ്രോഗ്രാം മസ്റ്റ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് വിത്ത് എ വോയിഡ് മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ എന്നാണ് എന്ത് ചെയ്യുക, അപ്പോൾ എല്ലാ സി പ്രോഗ്രാമിൻ്റെയും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക മെയിൻ ഫംഗ്ഷൻ മുതലാണ്. ഇപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ മുകളിൽ എന്തുണ്ട്, വേറെ കുറേ കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യും, മെയിൻ ഫംഗ്ഷൻ്റെ അവിടെ നിന്നാണ് എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷൻ്റെ ഡെഫിനീഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഡെഫിനീഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി. ഇതേപോലെ പ്രിൻറ്റഫിനും സ്കാനഫിനും ഒക്കെ ഉണ്ടെന്നുണ്ട് ഡെഫിനീഷന് stdio.h ഹെഡർ ഫയലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വോയിഡ് മെയിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി 3 വേരിയബിൾ ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം printf എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ include stdio.h ഹെഡർ ഫയൽ അവിടെ കൊടുത്തിട്ടില്ല വെച്ചെങ്കിൽ എന്താ എറർ വരിക, അൺഡിഫൈൻഡ് സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാവും, printf അൺഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാവും, printfഉം scanfഉം എറർ മെസ്സേജ് കാണിക്കും. ആ printfൻ്റെ scanfൻ്റെ എന്തില്ല ഫംഗ്ഷൻ്റെ ഡെഫിനീഷന് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുക. ഇനിയിപ്പോൾ include stdio.h കൊടുത്തു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നത്, ഫസ്റ്റ് എന്തുണ്ടാവും, ഈ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കമ്പൈലർ നോക്കും, ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഹെഡർ ഫയൽ കൊടുത്തിട്ടുണ്ടോ, എന്നിട്ട് ആ ഹെഡർ ഫയലിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, printfൻ്റെയും scanfൻ്റെയും കിട്ടും. അവിടെ നിന്ന് എന്തിൻ്റെയും വർക്ക് ചെയ്യും, തിരിച്ചിങ്ങോട്ട് തന്നെ വരും. മനസ്സിലായി. അപ്പോൾ നമ്മൾ നോക്കുക വോയിഡ് മെയിൻ. അപ്പോൾ എന്ത് ചെയ്യുക, വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഒന്നും ഇല്ല എന്നാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. നോ റിട്ടേൺ ഒന്നും എന്തില്ല, റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ മീൻ ചെയ്യുന്നത്. ഇൻറ്റ് മെയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യണം എന്നാണ്. അങ്ങനെയാണ് സമയത്ത് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൈസ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് റിട്ടേൺ 0 നമ്മൾ കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ. അപ്പോൾ വോയിഡ് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറ്റം എന്തില്ല, റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ അവിടെ ഞാൻ ഒന്നും കൊടുത്തില്ല, വെറും മെയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇൻറ്റ് മെയിൻ എന്നാണ് മെയിൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ. അതായത് അവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഇൻറ്റാണ്. ദാറ്റ് ഈസ് ഡിഫോൾട്ട് റിട്ടേൺ ടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റാണ്. മനസ്സിലായില്ലേ. അപ്പോൾ വോയിഡ് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ് മെയിൻ ചെയ്യുന്നത്.
എന്നിട്ട് ബ്രേസ് ഓപ്പൺ ചെയ്തു, ഇൻറ്റ് എ കോമ ബി 3 വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു, എ ബി സി. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രിൻ്റ് എഫ് എൻ്റർ 2 നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സ്ക്രീനിൽ വരും എൻ്റർ 2 നമ്പേഴ്സ് എന്ന് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എൻ്റർ 2 നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 നമ്പർ എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്യുന്നത് എന്ത് ചെയ്യും, 10 സ്പേസ് 20 കൊടുക്കും. സ്കാനഫ് ആയതുകൊണ്ട് എന്താണ്, സ്പേസ് വരെ എന്തുണ്ടാവും, പോകും. അവിടെ നിന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത വേരിയബിൾക്ക് റീഡ് ചെയ്യും. അപ്പോൾ 10 എന്നുള്ളത് എന്ത് ചെയ്യും, എയിലും കോപ്പി ചെയ്യും, 20 എന്നുള്ളത് എന്ത് ചെയ്യും, ബിയിലും എന്തുണ്ടാവും, കോപ്പി ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, സ്കാനഫ് കഴിഞ്ഞു, സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. എയിലും ബിയിലും ഉള്ള വാല്യൂ എന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് സി എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ സിയിൽ എന്തുണ്ടാവും, 13 ഉണ്ടാവും. എന്നിട്ട് അടുത്ത് നോക്കിയേ, സ്ലാഷിന് എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ 20 അവിടെ കർസർ നിൽക്കുക. അവിടുന്ന് എന്ത് ചെയ്യും, സ്ലാഷിന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലൈനിലോട്ട് എന്ത് ചെയ്യും, അവിടുന്ന് ജമ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് പെർസെൻറ്റേജ് സി. എന്നിട്ട് എന്ത് ചെയ്യും, സിയിലുള്ള വാല്യൂ എന്താണ്, 30. ആ 30 എന്ത് ചെയ്യും, അവിടെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് 30 എന്ന് വരും. ഇനിയിപ്പോൾ ആ എ പ്ലസ് ബി സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്ത് ചെയ്യുക, സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞ പെർസെൻറ്റേജ് ഡി കഴിഞ്ഞിട്ട് കോമ കഴിഞ്ഞിട്ട് എ പ്ലസ് ബി എന്ന് കൊടുത്താൽ മതി. മനസ്സിലായി, മൂന്നാമത്തെ വേരിയബിളിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ. അടുത്ത പ്രോഗ്രാം നോക്കാം നമുക്ക്. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള പ്രോഗ്രാം എന്ത് ചെയ്യാം, പൈ ആർ സ്ക്വയർ ആണ് അല്ലേ, പൈ ആർ സ്ക്വയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പൈ ആർ സ്ക്വയർ ആണ്. പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പൈൻ്റെ വാല്യൂ നമുക്കറിയാം 3.14 പിന്നെ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഇൻറ്റു ആർ, റേഡിയസ് ആർ ഇൻറ്റു ആർ, അങ്ങനെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഫ്ലോട്ടാണ്. കാരണം എന്താ, റേഡിയസ് ചിലപ്പോൾ പോയിൻ്റ് വാല്യൂസൊക്കെ വരാം. അങ്ങനെ ആകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ അവിടെയും പോയിൻ്റ് വാല്യൂസ് വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻറ്റിജർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫ്ലോട്ട് കൊടുത്തു, ആർ ഡി റേഡിയസ്. ഇനി വെറും ആറും കൊടുക്കാം, പ്രശ്നമല്ല. കോമ ഏരിയക്ക് പകരം എ കൊടുക്കാം. വേരിയബിൾ നമുക്ക് എന്തും കൊടുക്കാം ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഫ്ലോട്ട് ആർ ഡി കൊടുത്തു, കോമ ഏരിയ. എന്നിട്ട് പ്രിൻ്റ് എഫ് എൻ്റർ ദ റേഡിയസ്. നമ്മളോട് എന്ത് ചെയ്യും, റേഡിയസ് നമ്മൾ തന്നെ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റേഡിയസ് നമ്മൾ എന്ത് ചെയ്യും, എൻ്റർ ചെയ്യും. അപ്പോൾ ഫ്ലോട്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സ്കാനഫിൽ %f കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം കോമ അഡ്രസ് ഓഫ് ആർ ഡി. അപ്പോൾ എന്ത് ചെയ്യും, ആ റീഡ് ചെയ്യുന്നത് ആർ ഡി എന്നുള്ള വേരിയബിളിലോട്ട് എന്ത് ചെയ്യും, അത് സ്റ്റോർ ചെയ്യും. അടുത്ത് എന്ത് ചെയ്യും, ഏരിയ ഈക്വൽ ടു 3.142 പൈ ആയില്ലേ, ഇൻറ്റു ആർ ഡി ഇൻറ്റു ആർ ഡി. മനസ്സിലായില്ല. അപ്പോൾ എന്ത് ചെയ്യും, 3.14 ഇൻറ്റു ആർ ഡി ഇൻറ്റു ആർ ഡി, മൂന്നും എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, ഏരിയ ഓഫ് സർക്കിൾ ഇസ് ഈക്വൽ ടു %f. അപ്പോൾ കൊടുക്കാൻ കാരണം എന്താ, ഇത് ഫ്ലോട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഏരിയ അവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, എൻ്റർ ദി റേഡിയസ് എന്ന് പറഞ്ഞിട്ട് 30 കൊടുത്തു. ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 അല്ലേ, 3.142 ഇൻറ്റു 30 ഇൻറ്റു 30 എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഇവിടെ വരും. ഇതാണ് ഒരു സി പ്രോഗ്രാം. അപ്പോൾ സിമ്പിൾ സി പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സിംഗിൾ പ്രോഗ്രാം എഴുതിയതിന് ശേഷം അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് ഇനി ഫ്ലോ ഓഫ് കൺട്രോൾ സ്ട്രക്ചേഴ്സൊക്കെയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോസ് കാണാം. ഓക്കെ, താങ്ക് യു.